എല്ലാ സ്നേഹിതർക്കും സ്നേഹവന്ദനങ്ങൾ. കഴിഞ്ഞ ദിവസം പത്രമാധ്യമത്തിൽ ഒരു വാർത്ത കണ്ടു. ഭാര്യമാരെ വാടകയ്ക്ക് നൽകപ്പെടുമെന്നും 10 ദിവസം മുതൽ 1 വർഷം വരെയുള്ള ദൈർഘ്യത്തിലാണ് അവരെ വാടകയ്ക്ക് കൊടുക്കുന്നത് എന്നുമുള്ള ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. നമ്മുടെ ഭാരതത്തിലാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് കേൾക്കുമ്പോഴാണ് പ്രതിസന്ധി വർദ്ധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭാരതം, ശ്രീമാൻ നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് അഭിമാനിക്കുന്ന ഭാരതം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മനുഷ്യത്വരഹിത നിലപാടുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് മറുപടികൾ ഒരുപാടുണ്ട്. അവിടേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് ഈ വിഷയത്തിന്റെ കാരണത്തെക്കുറിച്ച് പത്രം പറയുന്ന കാര്യം ഒന്ന് ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് മുമ്പിലേക്ക് പോകാം. ഞാൻ ആദ്യം ആ പത്രവാർത്ത ഒന്ന് വായിച്ചോട്ടെ. ഭാര്യമാർ വാടകയ്ക്ക് നൽകപ്പെടും, 10 ദിവസം മുതൽ 1 വർഷം വരെ കരാർ. വിചിത്ര സമ്പ്രദായവുമായി ഇന്ത്യയിലെ ഈ ഗ്രാമം. കാറും വീടും മറ്റു സാധനങ്ങളും ഒക്കെ വാടകയ്ക്ക് എടുക്കുന്നത് ഇന്ത്യയിൽ സർവ്വസാധാരണമായ കാര്യമാണ്. എന്നാൽ ഒരു ഭാര്യയെ വാടകയ്ക്ക് എടുക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു സ്ഥലം ഇന്ത്യയിലുണ്ട്. മധ്യപ്രദേശിലെ ശിവപുരി ജില്ലയിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലാണ് ഈ വിചിത്ര സമ്പ്രദായം നിലനിൽക്കുന്നത്. ദാഡിജ അറിയപ്പെടുന്ന ഈ രീതി അനുസരിച്ച് 1 മാസം മുതൽ 1 വർഷം വരെ ഭാര്യമാരെ വാടകയ്ക്ക് ലഭിക്കും. ഗ്രാമങ്ങളിലെ പണക്കാർക്ക് വിവാഹം നടക്കാതെ വരുമ്പോഴാണ് ഇത്തരം സമ്പ്രദായങ്ങളെ ആശ്രയിക്കുന്നത്. ഇതിനായി മാർക്കറ്റിനോട് സാദൃശ്യമുള്ള ഒരു സംവിധാനം ഒരുക്കും. സ്ത്രീകളെ വാടകയ്ക്ക് നൽകുന്നതിൽ തീരുമാനമുണ്ടാക്കുന്നത് ഈ മാർക്കറ്റിൽ വച്ചായിരിക്കും. ഇടപാട് പൂർത്തിയായ ശേഷം വാങ്ങുന്ന പുരുഷനും സ്ത്രീയും തമ്മിലൊരു കരാർ ഉണ്ടാക്കുന്നു. 10 രൂപ മുതൽ 100 രൂപ വരെയുള്ള മുദ്രപത്രത്തിലാണ് കരാർ തയ്യാറാക്കുന്നത്. ഒരിക്കൽ വാങ്ങിയ സ്ത്രീകളെ മുദ്രപേപ്പർ നൽകി മറിച്ച് വിൽക്കാനും സംവിധാനം അനുവദിക്കുന്നുണ്ട്. കരാർ കാലാവധി കഴിയുമ്പോൾ കൂടിയ തുകയ്ക്ക് ഇവരെ കൈമാറാനും കരാർ പുതുക്കാനും സാധിക്കും. സ്ത്രീക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് വച്ച് കരാറിൽ നിന്ന് പിന്മാറുകയും ചെയ്യാം. ഇതിനായി യുവതി സത്യവാങ്മൂലം നൽകണം. അതിനുശേഷം മുൻകൂട്ടി നിശ്ചയിച്ച തുക യുവതി മുൻ ഭർത്താവിന് തിരികെ നൽകണം. സ്ത്രീ മറ്റൊരു പുരുഷനിൽ നിന്ന് കൂടുതൽ പണം സ്വീകരിക്കുകയും കരാർ സ്വീകരിക്കുന്നതും കരാർ ലംഘനമായി കണക്കാക്കപ്പെടുന്നു. പുരുഷൻ സ്ത്രീയുമായി കരാർ തുടരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അധിക തുക നൽകേണ്ടതാണ്. ഇത്തരം സമ്പ്രദായങ്ങളെക്കുറിച്ച് പോലീസിന് അറിയാമെങ്കിലും പരാതിക്കാർ ഇല്ലാത്തതിനാൽ നിയമ നടപടികൾ ഉണ്ടാകാറില്ല. ഈ സമ്പ്രദായങ്ങൾക്ക് ഇരകളാകുന്നത് പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളാണെന്ന് മാത്രം. ശിവപുരി ഗ്രാമത്തിന് പുറമെ ഗുജറാത്തിൽ നിന്നും സമാനമായ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കർഷക തൊഴിലാളിയായ ഒരാൾ തന്റെ ഭാര്യയെ 1 മാസത്തെ വാടകയ്ക്ക് വീട്ടുടമസ്ഥന് നൽകിയതാണ് റിപ്പോർട്ട്. ഗുജറാത്തിലെയും മധ്യപ്രദേശിലെയും ചില പ്രദേശങ്ങളിൽ ഈ രീതി ഒരു ബിസിനസ്സായി മാറിയിരിക്കുന്നു. പല കേസുകളിലും സ്ത്രീകളെ 500 രൂപയ്ക്ക് വരെ വിൽക്കുന്നു. ദാരിദ്ര്യവും തെറ്റായ ലിംഗ അനുപാതം കാരണം പല പുരുഷന്മാർക്കും ചില പ്രദേശങ്ങളിൽ വിവാഹ പങ്കാളികളെ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ്. മറുവശത്ത് ദാരിദ്ര്യം കാരണം ചിലർ പെൺകുട്ടികളെ വിൽക്കുന്നു. ജാർഖണ്ഡ്, ബീഹാർ, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെയും ഇങ്ങനെ കച്ചവടം ചെയ്യുന്നുണ്ട്. വളരെ വേദനയുള്ള ഒരു വാർത്തയാണിത്. മനുഷ്യൻ അവൻ്റെ അവകാശം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു ജീവിതം. നമ്മൾ കേരളത്തിൽ സ്ത്രീകൾ സമത്വത്തിന് വേണ്ടി വാദിക്കുമ്പോൾ, സ്ത്രീകൾക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ ഉപദ്രവങ്ങൾ നേരിടാതിരിക്കേണ്ടതിന് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ, വടക്കൻ സംസ്ഥാനങ്ങളിൽ ഉപദ്രവം നേരിടുന്നു എന്ന് മാത്രമല്ല, ഭർത്താക്കന്മാരുടെ സുഖജീവിതത്തിന് വേണ്ടി അവരെ വിറ്റുകളയുകയും ചെയ്യുന്നു. 500 രൂപയ്ക്കൊക്കെ ഭാര്യമാരെ വിറ്റുകളയുക എന്ന് പറഞ്ഞാൽ ഭർത്താവ് എന്ന് പറയാൻ ആ മനുഷ്യൻ എങ്ങനെയാണ് കഴിയുക? അയാളുടെ മാനസിക അവസ്ഥ എന്തായിരിക്കും? മറ്റൊരാളിന്റെ ഭാര്യ വാങ്ങുന്ന ഒരാളിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? അത്തരത്തിൽ പലയിടങ്ങളിൽ വിറ്റുപോയിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ശാരീരിക അവസ്ഥ എന്തായിരിക്കും?
അപ്പോൾ ഇവകളെക്കുറിച്ച് ഗൗരവമേറിയൊരു പഠനം നമ്മൾ നടത്തേണ്ടുന്നത് അത്യന്താപേക്ഷിതമാണ്. പത്രമാധ്യമങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്ന്, ദാരിദ്ര്യം കൊണ്ടാണ് വിൽക്കുന്നത് എന്നാണ്. നരേന്ദ്രമോദിയുടെ 10 വർഷത്തെ ഭരണം പൂർത്തിയാകാനിരിക്കുമ്പോൾ ഗുജറാത്തിലും മധ്യപ്രദേശിലും പോലും ദാരിദ്ര്യം നിലനിൽക്കുന്നു എന്ന് കേട്ടാൽ, ദാരിദ്ര്യം കൊണ്ട് ഭാര്യമാരെ വിൽക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് കേട്ടാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്? ഇവിടുത്തെ എല്ലാ സാധനത്തിനും വില കുറയ്ക്കുമെന്നും പെട്രോളിന് 50 രൂപയ്ക്ക് നമ്മുടെ കയ്യിൽ എത്തിക്കുമെന്നാണ് കേരളത്തിൽ ഇന്നത്തെ BJPയുടെ അധ്യക്ഷൻ പണ്ടൊരിക്കൽ മീഡിയയിൽ പറഞ്ഞ ഒരു വാർത്ത നമ്മൾ കേൾക്കാറുണ്ട്. 50 രൂപയ്ക്ക് പോയിട്ട് 100 രൂപയ്ക്ക് പോലും പെട്രോൾ കിട്ടാത്ത നിലയിലാണ് ഇന്നത്തെ അവസ്ഥ. അപ്പോൾ ഈ കാശ് മുഴുവൻ കൂടുതലായിട്ട് ജനങ്ങളിൽ നിന്ന് വസൂലാക്കുന്നതിന്റെ പുറകിലത്തെ ആവശ്യം ഈ പാവപ്പെട്ടവരെ സഹായിക്കുവാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ 50 രൂപയ്ക്ക് കിട്ടേണ്ടുന്ന പെട്രോളിന് നമുക്ക് 100 രൂപ കൊടുക്കാം. പക്ഷെ ആ കാശ് ഈ പാവപ്പെട്ടവരിലേക്ക് എത്തുന്നു എന്ന് ഉറപ്പുവരുത്തണം. സ്വന്തം ഭാര്യമാരെ വിൽക്കത്തക്ക നിലയിൽ ഒരു നീചമായ ലെവലിലേക്ക് ദാരിദ്ര്യം നിമിത്തം കൊണ്ടെത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ഗവൺമെന്റ് തന്നെയാണ്. ഇപ്പൊ 10 വർഷം കൊണ്ട് ഭരിച്ചതിന് ശേഷം ഇതാണ് പത്രവാർത്തകളിൽ വരുന്നതെങ്കിൽ ആ ഭരണം തീർത്തും പരാജയമായിരുന്നു എന്ന് പറയാതെ വയ്യ. എതിർപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള ആൾക്കാരെ തമ്മിലടിപ്പിച്ചും അവരെ എതിർത്ത് നിൽക്കുവാൻ ത്രാണിയുള്ളവരെ ജയിലിൽ അടപ്പിച്ചും ഒക്കെ അവരെ വായടയ്ക്കാതാക്കുകയും കൂടുതൽ പരസ്യമുണ്ടാക്കിക്കൊണ്ട് ആൾക്കാരുടെ കയ്യിലുള്ള വോട്ടുകൾ കൈക്കലാക്കി ഭരണം പിന്നെയും കൈയാളുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഭരണത്തിന് കീഴിൽ ഉള്ള ജനം സ്വസ്ഥതയും സമാധാനവും സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കുന്നുവെങ്കിൽ ആ ഭരണം കൊള്ളാമെന്ന് നമുക്ക് പറയാം. ഇപ്പൊ കേരളത്തിലെ പിണറായി ഭരണമായാലും കേന്ദ്രത്തിലെ നരേന്ദ്രമോദി ഭരണമായാലും ഭരണം അവരുടെ ഒരു പ്രത്യേക ടെക്നിക്ക് വെച്ച് അവർ ഭരിച്ചുകൊണ്ട് പോകുന്നു എന്നല്ലാതെ താഴേക്കുള്ള ജനം സ്വന്തം ഭാര്യമാരെ വിൽക്കത്തക്ക നിലയിൽ അത് ശരീരത്തിന്റെ പുളച്ചിൽ കൊണ്ട് വിൽക്കുന്നതല്ല എന്ന് നമുക്കറിയാം. ഇവിടെ ജീവിക്കുവാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് 500 രൂപയ്ക്കൊക്കെ വിൽക്കുന്നു എന്ന് പറയുമ്പോൾ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരു അനുഭവത്തിലാണ്. അല്ലാതെ ശരീരത്തിന്റെ പ്രയാസം കാരണം ആൾക്കാർ വിൽക്കുന്നവരും വിൽക്കപ്പെടുന്നവരും ഒക്കെ ഉണ്ട്, അത് നമുക്ക് വിട്ടേക്കാം. ഇവിടെ അതല്ല വിഷയം. ദാരിദ്ര്യമാണ് കാരണമെങ്കിൽ അതിനെ കൃത്യമായും മുഖവിലേക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അത് ഭരണത്തിന്റെ പരാജയമായി കാണേണ്ടതായിട്ടുണ്ട്. എന്റെ നോട്ടത്തിൽ ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ ഒന്ന് ഫുഡിന്റെ ദാരിദ്ര്യമാണ്, ആഹാരമില്ലായ്മയാണ്. അപ്പൊ നമ്മൾ അറിയണം, പ്രധാനമായും ഗുജറാത്തും മധ്യപ്രദേശും ജാർഖണ്ഡും ബീഹാറും ബംഗാളും ഒക്കെയാണ്. ബംഗാൾ നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച് 35 കൊല്ലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച് നശിപ്പിച്ച ഒരു സംസ്ഥാനമാണ്. വാസ്തവത്തിൽ കേരളത്തിൽ ഒരു പ്രാവശ്യം കൂടി കമ്മ്യൂണിസ്റ്റ് സർക്കാർ വന്നാൽ നിശ്ചയമായും കേരളത്തിന്റെ ഗതിയും ഇതിൽ നിന്ന് വിഭിന്നമായിരിക്കില്ല. ഇപ്പൊ തന്നെ നമുക്കറിയാം, കുട്ടികൾക്ക് ഇവിടെ പഠിക്കുവാൻ പോലും താല്പര്യമില്ല, ജോലിയെടുക്കുവാൻ ആരും ഇവിടെ നിൽക്കുന്ന ഒരു ലക്ഷണമില്ല. സമസ്ത മേഖലകളിലും തിന്മകൾ മാത്രം നിറഞ്ഞിരിക്കുന്ന, അരാജകത്വം നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ശരിക്കും നമ്മുടെ ഭാരതത്തിലും കേരളത്തിലും എന്ന് പറയുമ്പോൾ ഭാരതത്തിന്റെ ഭാഗമാണ് കേരളമെങ്കിൽ പോലും ഇവിടെ നമുക്ക് വേറൊരു രക്ഷകനുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. ഈ രണ്ടിടത്തും ജീവിക്കുവാൻ നിർവാഹമില്ലാത്ത വിധം ജനം ദാരിദ്ര്യത്തിൽ തന്നെയാണ്. ജനം നിശ്ചയമായും ജീവിക്കുവാൻ നിവൃത്തിയില്ലാതെ നെട്ടോട്ടമോടുകയാണ്. നികുതി വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ദാരിദ്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഹാരത്തിന്റെ ദാരിദ്ര്യമാണ്. രണ്ടാമത്തെ ദാരിദ്ര്യം എഡ്യൂക്കേഷണൽ മേഖലയിലാണ്, വിദ്യാഭ്യാസ മേഖലയിലാണ്. അത് ഇന്നിപ്പോൾ വിദ്യാഭ്യാസത്തിനൊന്നും കേന്ദ്ര ഗവൺമെന്റ് വലിയ പ്രാധാന്യം കൊടുക്കുന്നൊന്നുമില്ല. ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് മതത്തിന്റെ പുറകെ നടക്കുകയാണ്. അമ്പലം പണിയലുകളും പ്രതിമ പണിയലുകളും ഒക്കെ ആയിട്ട് നടക്കുകയാണ്. സ്കൂളൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. ഇത് ശ്രദ്ധിക്കാതെ വന്നാലുള്ളൊരു പ്രശ്നം, 10-20 വർഷത്തെ ഭരണം ഇവർ കാഴ്ചവെച്ച് കഴിഞ്ഞാൽ അടുത്തു വരുന്ന ജനറേഷൻ ഒരു വിവരവും ഇല്ലാത്തവരായിരിക്കും, ഒരു ലോകപരിചയവും ഇല്ലാത്തവരായിരിക്കും, ഒരു മനുഷ്യത്വവും ഇല്ലാത്തവരായിരിക്കും. ശരിക്കും മതവും രാഷ്ട്രീയവും മാത്രം തലച്ചോറിനകത്ത് കയറി
അതൊരു വല്ലാത്ത ക്യാൻസറായി മാറി നമ്മുടെ ഭാരതത്തെ തന്നെ കത്തിക്കാൻ പോകുന്ന ഒരു വൈറസായിരിക്കും അത്. അപ്പോൾ ശരിക്കും നെഹ്റു ഒക്കെ കണ്ടെത്തിയ ഇന്ത്യ, ദർശനം കണ്ട ഇന്ത്യ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. പക്ഷെ മോഡി കാണുന്ന ഇന്ത്യ അത്തരത്തിലൊരു ഇന്ത്യ അല്ല. രാമക്ഷേത്രം ഉദ്ഘാടനത്തിന് വേണ്ടി പോവുകയാണ്, നമുക്കറിയാം. അപ്പോൾ ക്ഷേത്രം പണിയുന്നത് പാപമാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇതാണോ ആവശ്യം? ഭാരതം താഴേക്ക് പോവുകയാണ്. വിദ്യാഭ്യാസത്തിൽ പാപ്പരായിക്കൊണ്ടിരിക്കുന്നു. ആഹാരം ഇല്ലാത്തൊരവസ്ഥ. 3, ഫിസിക്കൽ, ശാരീരിക മേഖലയിൽ ജനം ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു. ആ ദാരിദ്ര്യം ഇവിടെ പറയുമ്പോൾ, ഇവിടെ ഈ ഭാര്യയെ വിൽക്കുക എന്നൊരു വിഷയം വരുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു ലൈംഗിക വൃത്തിയാണല്ലോ. അപ്പൊ ലൈംഗിക വൃത്തി ഓരോ കുടുംബങ്ങൾക്കും ബൈബിൾ പറയുന്നത് പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് തക്ക തുണയുണ്ടാകണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് വിവാഹം എല്ലാവർക്കും മാന്യം. എന്തിനാണ് മാന്യം? കിടക്ക നിർമ്മലമാകാൻ വേണ്ടി. അപ്പോൾ ശരിക്കും കുടുംബ ജീവിതങ്ങൾക്കകത്ത് ദൈവം കുടുംബത്തെ ക്രമീകരിച്ചിരിക്കുന്നത് തന്നെ സമൂഹത്തിന്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടിയും സ്വന്തം അവനവന്റെ ശാരീരിക ആവശ്യങ്ങളുടെ നിറവേറ്റലിന് വേണ്ടിയുമാണ്. അപ്പോൾ ഭംഗിയായ കുടുംബജീവിതങ്ങൾ ഉണ്ടാകാതെ വരികയും അതിനകത്ത് കൃത്യമായ ലൈംഗിക ബന്ധങ്ങൾ, ആരോഗ്യപരമായ ലൈംഗിക ബന്ധങ്ങൾ ഇല്ലാതെ വരികയും ചെയ്യുമ്പോഴാണ് അപ്പുറത്തവന്റെ ഭാര്യയെ വാങ്ങേണ്ടി വരുന്നത്. വാങ്ങുക എന്നുള്ളത് കുറെ കാലത്തേക്കെങ്കിലും നിയമപരമായി കയ്യിൽ വച്ചിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. വാങ്ങാതെ തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സ്ഥിതി നമുക്ക് എല്ലായിടത്തുമുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് ആളെ വാങ്ങി സ്വന്തമാക്കുകയാണ്. അത് 1 വർഷത്തെ ടെൻഡറിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രതിസന്ധി, ഒരാൾക്ക് സ്വന്തമായി ഒരു കുടുംബജീവിതം നയിക്കുവാൻ കഴിയാതെ വരിക, അതിനകത്ത് ഭംഗിയായ ഒരു ആരോഗ്യകരമായ ഒരു ലൈംഗിക ജീവിതം ഇല്ലാതിരിക്കുക. അതുകൊണ്ടാണല്ലോ ഭാര്യ പുറത്തേക്ക് പോകുന്നതും ഭർത്താവ് പുറത്തേക്ക് പോകുന്നതും. ഈ പുറത്തേക്ക് പോകൽ വരുമ്പോഴാണ് അത് അപ്പുറത്തെ കുടുംബങ്ങളെ കൂടി തകർക്കുന്നത്. മറ്റു കുടുംബങ്ങളെ കൂടി തകർക്കുന്നതാണ് സമൂഹത്തെ മൊത്തത്തിൽ തകർക്കുന്നത്. അത് തന്നെയാണ് രാജ്യത്തിന്റെ തകർച്ചയായി മാറുന്നത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഇവിടെ 1ാമത്തെ ദാരിദ്ര്യം ആഹാരമാണ്, 2ാമത്തെ ദാരിദ്ര്യം വിദ്യാഭ്യാസമാണ്, 3ാമത്തെ ദാരിദ്ര്യം കുടുംബജീവിതങ്ങൾക്കകത്തെ ശാരീരിക ബന്ധമാണ്. അവകളുടെ വീഴ്ച കൃത്യമായും ഒരു പരാജയം തന്നെയാണ്. അതിന് വിദ്യാഭ്യാസവും അതിനകത്ത് കണക്ട് ചെയ്ത് തന്നെ വരണം. ലൈംഗിക വിദ്യാഭ്യാസം അടക്കം അതിനാവശ്യമാണ്. അപ്പോൾ അതടക്കം അതിനകത്ത് വരാതെ വന്നാൽ ഇത്തരത്തിലുള്ള കച്ചവടങ്ങൾക്ക് അത് വഴിവെക്കുമെന്നതിന് സംശയമൊന്നും വേണ്ട. എന്താണ് ലൈംഗിക ബന്ധമെന്നും എന്തിനാണ് ലൈംഗിക ബന്ധമെന്നും ഭാര്യ ഭർത്താവ് അടക്കം അറിഞ്ഞിരിക്കണം. അതറിയാതെ വന്നാൽ അത് കൃത്യമായ സാമൂഹിക തകർച്ചയിലേക്ക് പോകും. ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് വഴിവെക്കുമെന്നതിന് സംശയം വേണ്ട. അടുത്തത് കൾച്ചറലാണ്, സാംസ്കാരികപരമായ വിഷയമാണ്. ഇവിടെ പറഞ്ഞു സ്ത്രീ പുരുഷ അനുപാതത്തിൽ ഒരു കുറവുണ്ട് എന്ന് പറയുന്നു. സ്ത്രീ പുരുഷ അനുപാതത്തിലെ ആ കുറവ് ഒരു വലിയ അപകടമാണ്. എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ കുറയുന്നു, സ്ത്രീകൾ കൂടുന്നു എന്ന അവസ്ഥയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ പത്ര റിപ്പോർട്ടിൽ പറയുന്നത് പുരുഷന്മാർ കൂടുന്നു, സ്ത്രീകൾ കുറയുന്നു എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ കിട്ടുന്നില്ല, അതുകൊണ്ട് ഭാര്യമാരെ വാങ്ങുന്നു എന്നാണ്. അത് തെറ്റായ ഒരു സമീപനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി ചില ജാതികളിൽ ചിലപ്പോൾ പെൺകുട്ടികൾ കുറവുണ്ടായിരിക്കാം. അവർ മറ്റു ചില ജാതികളിൽ നിന്നുകൂടി കല്യാണം കഴിക്കാൻ തയ്യാറാവണം. ജാതി വ്യവസ്ഥ എന്ന സംവിധാനം നമ്മുടെ ഇടയിൽ നിന്ന് മാറണം. കുറഞ്ഞവൻ കൂടിയവൻ എന്ന സിസ്റ്റം മാറണം. ആൺ പെൺ എന്ന 2 എണ്ണം മതി. അതിൽ നിന്നപ്പുറത്തേക്കുള്ള ഒന്ന് വേണ്ടാന്ന് വെച്ചാൽ തീരത്തേക്ക് പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എല്ലാം ദാരിദ്ര്യം നമ്മൾ കാണുന്നത് സാംസ്കാരിക ദാരിദ്ര്യമാണ്, സംസ്കാരമില്ല എന്നുള്ളതാണ്. വിവാഹത്തിന് പെൺകൊച്ചിനെ തിരഞ്ഞെടുക്കാൻ വരുമ്പോൾ ഭാര്യയായിട്ട് എടുക്കാനാണെങ്കിൽ സ്വന്തം ജാതിയിലുള്ളത് വേണമെന്ന് നിർബന്ധം വരികയും, അല്ല ശാരീരിക ബന്ധത്തിന് മാത്രം വാടകയ്ക്ക് ഭാര്യയാണെങ്കിൽ ഏത് ജാതിയിലുള്ളതായാലും എടുക്കാമെന്ന് വരികയും ചെയ്യുന്നത് ഒരു സാംസ്കാരികപരമായ പാപ്പരത്വമാണ്. അപ്പോൾ ഞാനിവിടെ ചില പാപ്പരത്വങ്ങൾ പറഞ്ഞു, ചില ദാരിദ്ര്യങ്ങൾ പറഞ്ഞു. ആഹാരത്തിന്റെ ദാരിദ്ര്യം, വിദ്യാഭ്യാസത്തിന്റെ ദാരിദ്ര്യം, ശാരീരിക ദാരിദ്ര്യം, ദെൻ സാംസ്കാരിക ദാരിദ്ര്യം. ഇനി മതപരമായ വിഷയം ഇതിനകത്തുണ്ട്. സ്പിരിച്വൽ പോവർട്ടി, ആത്മീകമായ ദാരിദ്ര്യം. അത് ഇതിനകത്തെല്ലാം വളരെ ഗൗരവമേറിയ വിഷയമാണ്. ഭാരതത്തിനകത്ത്
എല്ലാ മുക്കിലും മൂലയിലും യേശുവിന്റെ സുവിശേഷം എത്തിക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും നാളുകൾക്ക് മുമ്പേ ഉണ്ടായതാണ്. ദൗർഭാഗ്യവശാൽ ഈ സുവിശേഷം എല്ലായിടത്തും എത്തിക്കുവാൻ മിഷനറിമാർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം കരുതാൻ. ഇന്നും യേശു എന്ന വാക്ക് കേട്ടിട്ടില്ലാത്ത അനേകം ഗ്രാമങ്ങളുണ്ട്. 1652 ഭാഷ നമ്മുടെ ഭാരതത്തിൽ ലിപി ഉള്ളതും ഇല്ലാത്തതുമായി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവകളിൽ അധികം ആൾക്കാരും ലിപി ഇല്ലാത്ത ഭാഷകൾ ഉപയോഗിക്കുന്നവരാണ്. ആ ഭാഷക്കാർക്ക് എന്താണ് സുവിശേഷമെന്ന് പലർക്കും അറിയില്ല, എന്താണ് ദൈവമെന്നറിയില്ല, എന്താണ് മനുഷ്യ ജീവിതമെന്നറിയില്ല. വെറുതെ മൃഗങ്ങളെ പോലെ ജീവിച്ച് മരിക്കുകയേ ചെയ്യുന്നുള്ളൂ. അവരുടെ അടുക്കലേക്ക് സത്യദൈവത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും മനുഷ്യ ജീവിതത്തെക്കുറിച്ചും ഒരു അറിവ് കൊടുക്കുവാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്. അത് ചെന്നെത്തിക്കുവാൻ കഴിയാതിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ രാജ്യം ഈ പരുവത്തിന് തന്നെ മുമ്പിലേക്ക് പോകും. ഇന്ന് പലയിടങ്ങളിലും സുവിശേഷം പ്രചരിപ്പിക്കുവാൻ പാടില്ല. ഈ സത്യസുവിശേഷത്തെ, ഈ നല്ല സുവിശേഷത്തെ, ജനത്തിനും നന്മയുണ്ട് എന്ന കാര്യത്തെക്കുറിച്ചുള്ള സുവിശേഷം, ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല ജീവിതം എന്നും അതിനുശേഷം ഒരു ജീവിതമുണ്ട് എന്നും ഉള്ളതിനെ കുറിച്ചുള്ള അറിവ്, ബോധം ജനത്തിന് എത്തിച്ചു കൊടുക്കേണ്ടതാണല്ലോ സുവിശേഷം. ആ സുവിശേഷം ജനത്തിൽ എത്തിച്ചു കൊടുക്കുന്നതിൽ കൃത്യമായ ശത്രുവായി ഇന്ന് ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. അതിനെ മതപരിവർത്തനം എന്ന ഒരു നിഷേധാത്മക ഓമനപ്പേരിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ മാനവകുലത്തിന്റെ സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ചും പാപത്തിൽ നിന്ന് അവനെ രക്ഷിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചും അവനെ ലഭ്യമാകുവാനിരിക്കുന്ന നിത്യജീവനെക്കുറിച്ചും ഉള്ള എല്ലാ യാഥാർത്ഥ്യങ്ങളും അറിഞ്ഞ് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി ജീവിക്കേണ്ടുന്ന ഈ ജനത്തിന് അവകളെക്കുറിച്ചൊരു ബോധവും ഇല്ലെന്ന് മാത്രമല്ല, അവർ ശരീരം വിറ്റ് ജീവിച്ച് നരകത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഗതി മാറിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ശരീരം വിറ്റതിന്റെ പൈസ പോലും ഭരണാധിപന്മാർ പോക്കറ്റിലാക്കുന്നു എന്നത് വേദനാജനകമായ ഒരു സത്യം തന്നെയാണ്. അതുകൊണ്ട് ഈ ഭാര്യമാരെ വിൽക്കുന്നു എന്നുള്ള ഈ വാർത്തയിൽ നിന്നും നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു ഗൗരവമായ കാര്യം, നമ്മുടെ ഭരണം, കേന്ദ്ര ഭരണമായാലും സംസ്ഥാനങ്ങളുടെ ഭരണമായാലും തകർച്ചയിലേക്ക് പോകുന്നു, പരാജയത്തിലേക്ക് പോകുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. ഇവകൾക്ക് എന്തെങ്കിലും ഒരു മടങ്ങിവരവ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവകളെ മാറ്റുവാൻ കഴിയുന്ന, ഈ തിന്മകളെ മണ്ണിൽ നിന്ന് മാറ്റുവാൻ കഴിയുന്ന ഒറ്റ മരുന്നേ ഉള്ളൂ. അത് യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷമാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല എന്ന് പത്രോസ് ലേഖന അടിവരയിട്ട് പറയുമ്പോൾ, ആ നാമം ജനഹൃദയങ്ങളിൽ എത്തിയിരുന്നു എങ്കിൽ അവർ മാനസാന്തരപ്പെടുമായിരുന്നു. അതിനകത്ത് മറ്റു ചില കൂട്ടിച്ചേർക്കലുകൾ ചേർക്കാതെ, അതിന് മായം ചേർക്കാതെ ജനത്തിന്റെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിയാതെ പോയതിന്റെ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. ഭാരതത്തിന്റെ ഈ തകർച്ച, സാംസ്കാരികമായി തകർന്നുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ, ഇതിന്റെ എല്ലാം പുറകിൽ ഇവിടുത്തെ മിഷനറിമാരുടെയും സുവിശേഷ പ്രവർത്തകരുടെയും ഉത്തരവാദിത്വമില്ലായ്മ തന്നെയായിരുന്നു എന്ന് പറയുന്നതിന് യാതൊരു സംശയവും വേണ്ട. ഭാരത മണ്ണിലേക്ക് വിദേശ മിഷനറിമാർ വരുമ്പോൾ അവർ പറയുന്ന സുവിശേഷം മനസ്സിലാക്കുവാനുള്ള ത്രാണി ഭാരതീയർക്ക് ഉണ്ടായിരുന്നില്ല. അവരെ വസ്ത്രമുടുപ്പിച്ചും കുളിക്കാനും പല്ല് തേക്കാനും പഠിപ്പിച്ചും അവർക്ക് വിദ്യാഭ്യാസം നൽകിയും എഴുത്തും വായന പഠിപ്പിച്ചും അവരെ ആദ്യം ബോധവൽക്കരിച്ചിട്ട് അവരുടെ കാതുകളിലേക്ക് സുവിശേഷം പകർന്നു കൊടുത്തു. പക്ഷേ പിൽക്കാലത്ത് വന്ന മിഷനറിമാർ അതിനെ മറ്റു തര ഇടപാടുകൾക്കായി മാറ്റിക്കളഞ്ഞു. ഇന്നും റോമൻ കാത്തലിക് അടക്കമുള്ള നാമധേയ ക്രൈസ്തവർ ദൈവസഭയെ പരിശുദ്ധാത്മാവിന് ആവോളം സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുവാൻ കഴിയേണ്ടുന്ന ഒരു അരങ്ങാക്കി മാറ്റുന്നതിന് പകരം അവരതിനെ അവരുടെ കച്ചവട സ്ഥാപനങ്ങളുടെ റിസപ്ഷൻ കൗണ്ടറാക്കി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ ആത്മാവ് ദുഃഖിക്കുന്നു എന്നതിന് സംശയം വേണ്ട. അതുകൊണ്ട് ഭാരത മണ്ണിൽ സുവിശേഷീകരണത്തിന് തടസ്സം ആരെന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെയാണ്. ആ സുവിശേഷം എത്തേണ്ടുന്നതുപോലെ എത്തിയില്ലെങ്കിൽ മക്കളെ വിൽക്കും ഇവിടെ, ഭാര്യമാരെ വിൽക്കും ഇവിടെ, പുരുഷന്മാരെ വിൽക്കും ഇവിടെ. പഴയ അടിമക്കച്ചവടത്തിലേക്ക് നമ്മൾ പിന്നെയും മടങ്ങിപ്പോകേണ്ടി വരും. ആ ദാരിദ്ര്യത്തിലേക്ക്, പരമ തകർച്ചയിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അതുകൊണ്ടൊരു മടങ്ങിവരവ് എനിക്കും നിങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ആ മടങ്ങിവരവിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഈ തകർച്ചകളുടെ നടുവിൽ, ഈ സുവിശേഷ വിരോധികളുടെ നടുവിൽ സുവിശേഷം വിളിച്ചു പറഞ്ഞു മരിക്കുവാൻ നമുക്ക് തയ്യാറാകാം. ഒരാൾ രക്ഷപ്പെടുന്നെങ്കിൽ ഒരാൾ രക്ഷപ്പെടട്ടെ. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം. ജനത്തിന് വിദ്യാഭ്യാസം കൊടുക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ജനത്തിന് വിവരവും ബോധവും പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കാം. ജനത്തിന് സുവിശേഷം അവരുടെ കാതുകളിൽ ഒഴിച്ചു കൊടുക്കുവാൻ ശ്രമിക്കാം. അവർ നല്ല വിശേഷം കേട്ട് നല്ലവരായി മാറട്ടെ. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.